നമസ്കാരം. മഴ തോരാതെ അങ്ങനെ തിമിർത്തു പെയ്യുകയാണ്. ദുരിതപ്പെയ്ത്തിൽ സംസ്ഥാനം തണുത്തു വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നിലമ്പൂരിൽ ചൂടേറുന്നു. LDFന് സ്ഥാനാർത്ഥിയായതോടെ തെരഞ്ഞെടുപ്പ് ഗോതയും ഏറെക്കുറെ കളം നിറഞ്ഞു. UDF വേരോട്ടമുള്ള മണ്ണാണ് നിലമ്പൂർ. UDF കോട്ടയെ 2016-2021 തകർത്തതും കണ്ടതാണ്. നിലമ്പൂരിന്റെ മണ്ണിൽ ചെങ്കൊടി പാറിക്കുക അത്ര എളുപ്പമല്ലെന്ന് M സ്വരാജിന് കൃത്യമായി അറിയാം. VD സതീശന്റെ അടക്കം വെല്ലുവിളി M സ്വരാജ് അങ്ങ് ഏറ്റെടുത്തു. എന്തായാലും വലതിനും ഇടതിനും ഇത് അഭിമാന പോരാട്ടം തന്നെ. ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ടർ നിർണായകമാകുമെന്നത് ഉറപ്പാണ്. സമഗ്രമായ വാർത്തകളുമായി ടോപ്പ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്ത് പെരുമഴ. മഴക്കെടുതിയിൽ ഇന്ന് 10 മരണം, 5 പേരെ കാണാതായി. മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും കനത്ത നാശം. 200-ലേറെ വീടുകൾ തകർന്നു. പലയിടത്തും വെള്ളക്കെട്ട്. റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കടലാക്രമണം രൂക്ഷം. കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. നിലമ്പൂരിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. രാഷ്ട്രീയ പോരാട്ടമെന്ന് MV ഗോവിന്ദൻ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്ന് M സ്വരാജ്. UDFൽ PV അൻവറിന് അസോസിയേറ്റ് അംഗത്വം മാത്രം. UDF നിർദ്ദേശം തള്ളി അൻവർ. നിലപാട് നാളെ രാവിലെ 9 മണിക്ക് അറിയിക്കും. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന നേട്ടം നിലനിർത്തി ഇന്ത്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച 6.5%. 4ാം പാദത്തിൽ 7.4% വളർച്ച. KTU മുൻ VC സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യം തടഞ്ഞുവെച്ച നടപടിയിൽ സർക്കാരിന് തിരിച്ചടി. 2 ആഴ്ചയ്ക്കകം ആനുകൂല്യങ്ങൾ മുഴുവൻ നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ആവശ്യത്തിന് ജീവനക്കാരും രാത്രി ചികിത്സയുമില്ലാതെ കോഴിക്കോട് ചെറുപ്പ ആശുപത്രി. രോഗികൾ ദുരിതത്തിൽ. പ്രതിഷേധവുമായി ആശുപത്രി സംരക്ഷണ സമിതി. ടോപ്പ് 10 സ്പെഷ്യൽ. കൊച്ചിയിലെ ചരക്ക് കപ്പൽ അപകടത്തിൽ 3 വിദഗ്ധ സമിതികൾ രൂപീകരിച്ച സർക്കാർ. അപകടത്തിന്റെ ആഘാതം വിലയിരുത്തും. മലിനീകരണത്തെക്കുറിച്ചും പഠിക്കും. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കപ്പൽ കമ്പനിയുമായി ചർച്ച നടത്തും. മലപ്പുറം കാളികാവിൽ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. IPL എലിമിനേറ്ററിൽ മുംബൈക്കെതിരെ ഗുജറാത്തിന് 229 റൺസ് വിജയലക്ഷ്യം. ജയിക്കുന്ന ടീം 2ാം ക്വാളിഫയറിലേക്ക്. കമൽഹാസൻ ചിത്രം തഗ് ലൈഫ് കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല. ഭാഷാവിവാദത്തിൽ നടൻ മാപ്പ് പറയാതെ ചിത്രം റിലീസ് ചെയ്യില്ലെന്ന് കർണാടക ഫിലിം ചേംബർ. മാപ്പ് പറയിപ്പിക്കാൻ നോക്കേണ്ട എന്ന് കമൽഹാസൻ. സ്റ്റോറി ഓഫ് ദ ഡേ. പ്രതിരോധ രംഗത്ത് പുതുചരിത്രമായി 17 വനിതാ കേഡറ്റുകൾ. ടോപ്പ് ആദ്യം പോകുന്നത് മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്ത് 10 മരണം റിപ്പോർട്ട് ചെയ്തു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാളെ 14 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക തീരത്ത് ജൂൺ 1-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലും താമസിക്കുന്നവർ മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന്
വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരത്തും വ്യാപക നാശനഷ്ടം. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടമുണ്ടായി. നെടുമങ്ങാട് മരം വീണ വീടുകൾക്ക് കേടുപാടുണ്ടായി. കഴക്കൂട്ടത്ത് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. നെയ്യാറ്റിൻകരയിൽ മരങ്ങൾ വീണ് വീട് തകർന്നു. പെരുമ്പഴുതൂർ സ്വദേശി കുട്ടപ്പന്റെ വീട്ടിലേക്കാണ് 2 മരങ്ങൾ വീണത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യ കേരളത്തിലും കനത്ത മഴ തുടരുകയാണ്. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ 216 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. മധ്യ കേരളത്തിൽ ശക്തമായ മഴയെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം ജില്ലയിൽ 12 ക്യാമ്പുകളാണ് തുറന്ന് പ്രവർത്തിച്ചത്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ 130 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തോരാതെ പെയ്യുന്ന മഴയിൽ തോട്ടപ്പള്ളി, പുറക്കാട് തുടങ്ങിയ കിഴക്കൻ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇവിടുത്തെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ കോട്ടയം ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്തത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ജില്ലയിലെമ്പാടും ഇടമുറിയാത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. ഇതേ തുടർന്ന് കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും ഉയരുന്നുണ്ട്. കോട്ടയം നഗരസഭയുടെയും സമീപ പഞ്ചായത്തുകളുടെയും പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളം കയറിയിരുന്നു. നിലവിൽ ജലനിരപ്പ് ഉയരുന്നതോടെ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ 3 വീടുകൾ പൂർണ്ണമായും 213 വീടുകൾ ഭാഗികമായും തകർന്നു. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറത്തും കണ്ണൂരും വെള്ളത്തിൽ വീണ് 2 പേരെ കാണാതായി. വയനാട്ടിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കണ്ണൂരിൽ പലയിടങ്ങളിലും നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഒരാഴ്ചയായി വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ്. ശമനമില്ലാതെ പെയ്യുന്ന മഴയിലും ശക്തമായ കാറ്റിലും വൻ നാശനഷ്ടമാണ് ഇതുവരെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തത്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ തണൽമരം കടപുഴകി വീണ് 10ലേറെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. വൈദ്യുതി ലൈനുകൾക്കിടയിൽപ്പെട്ട് കാർ മറിഞ്ഞു. കനത്ത മഴയിൽ ബാലുശ്ശേരിയിലും പെരുമണ്ണയിലും വീട് തകർന്നു. തൃക്കളയൂർ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ ഷറഫുദ്ദീന്റെ വീട് അപകട ഭീഷണിയിലാണ്. കക്കയം മലയോര ഹൈവേയിൽ മണ്ണിടിഞ്ഞു. കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തലയാട്, കുറ്റ്യാടി പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂർ താവക്കരയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 50ഓളം കുടുംബങ്ങളെ മാറ്റി. എടക്കാട് മാരാങ്കണ്ടി തോട്ടിൽ പോത്തൊലിച്ചെത്തി. ശക്തമായ മഴയിൽ വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് ഹൈസ്കൂൾ റോഡിലെ താൽക്കാലിക പാലം ഒഴുകിപ്പോയി. വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വടക്കൻ ജില്ലകളിലെ മലയോര തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോട്ടയം പനച്ചിക്കാട് പാറക്കൽ കടവിൽ മീൻ പിടിക്കാൻ പോയ 2 യുവാക്കൾ വള്ളം മുങ്ങി മരിച്ചു. കൊല്ലാട് പാറക്കൽ കടവ് പാറത്താഴെ ജോബി, പൊളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ജോബിയുടെ സഹോദരൻ ജോഷി രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കനത്ത മഴയിൽ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ വെള്ളം കയറിക്കിടക്കുകയായിരുന്നു. ഇവിടെ ചൂണ്ടയിടുന്നതിനായാണ് 3 അംഗ സംഘം വള്ളത്തിലെത്തിയത്. പാടശേഖരത്തിൽ ചൂണ്ടയിടുന്നതിനിടെ വള്ളം അപ്രതീക്ഷിതമായി മുങ്ങുകയായിരുന്നു. കൊല്ലത്തും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണു. ജില്ലയിൽ 6 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കൊല്ലം ജില്ലയിൽ പലയിടത്തും വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കൊട്ടാരക്കര അമ്പലക്കരയിൽ സാംകുട്ടി എന്ന കർഷകന്റെ വീടിന് മുകളിൽ മരം വീണു. ശക്തമായ മഴയിൽ വീടിന് സമീപം നിന്ന ആഞ്ഞിലി മരം കടപുഴകി വീഴുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കുണ്ടറ, കാഞ്ഞിരക്കോട്, കാക്കോലിയിലും മരങ്ങൾ വീണ് വീട് തകർന്നു. അഞ്ചൽ ഏരൂരിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഏരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിയുടെ വീടാണ് തകർന്നത്. കൊട്ടാരക്കര വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിൽ ആൽമരം പിഴുതു വീണു. കാവനാട് ശക്തമായ കാറ്റിൽ മരച്ചില്ല വീണ് കാർ തകർന്നു. കാലവർഷക്കെടുതിയിൽ കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങി. തുടർച്ചയായി പ്രവർത്തിച്ചതിനാൽ ജനറേറ്ററിലെ ഇന്ധനവും തീർന്നതോടെ ഇത് ആശുപത്രി പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു.
പള്ളിക്കൽ നദിയിലെ ആനയടി സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില കടന്നു. നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പള്ളിക്കൽ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. 6 വീടുകൾ പൂർണ്ണമായും 142 വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് മഴക്കെടുതിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. മഴ ശക്തമായ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായി. കാസർഗോഡ് മധുവാഹിനിപ്പുഴയും ചിത്താരിപ്പുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. നിരവധി വീടുകളും പ്രദേശങ്ങളും വെള്ളത്തിലായി. കാസർഗോഡ് പട്ളയിൽ കാൽ തെന്നി തോട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഉദുമ കരിപ്പോടിയിലെ ഫാൽക്കൺ അസീസിന്റെ മകൻ സാദിഖാണ് മരിച്ചത്. ശക്തമായ മഴ തുടരവെ മഞ്ചേശ്വരം താലൂക്കിലെ കണ്ണുതീർത്ത, ഉദ്യാവർ, കുഞ്ചത്തൂർ, ഹൊസങ്കടി, മജിബയൽ തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായി. പല വീടുകളിലേക്കും വെള്ളമെത്തി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രെയിനേജ് സ്ഥാപിക്കാത്തത് ഗ്രാമപ്രദേശങ്ങളിലടക്കം രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് കാരണമായി. മഞ്ചേശ്വരം മജിബയലിൽ നിർത്തിയിട്ട കാറും സ്കൂട്ടറും വെള്ളത്തിൽ ഒഴുകിപ്പോയി. മണിക്കൂറുകൾ പരിശ്രമിച്ച ശേഷം വാഹനങ്ങൾ വീണ്ടെടുത്തു. മജിബയൽ മുകുളി റോഡ് തകരുകയും ചെയ്തു. സ്ഥലത്ത് 15ഓളം വീടുകൾ വെള്ളത്തിലാണ്. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞ് കാസർഗോഡ് മധൂർ ക്ഷേത്രവും പരിസരവും വെള്ളത്തിൽ മുങ്ങി. കാഞ്ഞങ്ങാട് ചിത്താരിപ്പുഴ കരകവിഞ്ഞ് അള്ളങ്കോട്, രാമഗിരി, കൊട്ടിലങ്ങാട്, കീക്കാനം പ്രദേശങ്ങളിലായി 60ഓളം വീടുകൾ വെള്ളത്തിലായി. പുഴ കരകവിഞ്ഞതിനാൽ ഒഴുക്ക് ശക്തമാണ്. ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെട്ടത് പുഴ കരകവിഞ്ഞൊഴുകുന്നതിന് പ്രധാന കാരണമായി. ശക്തമായ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായ ചട്ടഞ്ചാലിൽ ദേശീയപാത വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾ സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലം വഴി തിരിച്ചുവിട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്. മഴ കനത്തതോടെ കടൽക്ഷോഭവും ശക്തം. ആലപ്പുഴയിൽ തീരദേശത്തെ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. പല വീടുകളിലും വെള്ളം കയറിയതോടെ ദുരിതത്തിലാണ് തീരദേശ ജനത. കാലവർഷമെത്തിയതോടെ ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ കടലാക്രമണം ശക്തമാണ്. ചേർത്തല, ഒറ്റമശ്ശേരി, പുന്നപ്ര, തൃക്കുന്നപ്പുഴ, ചേലക്കാട്, ആറാട്ടുപുഴ, തറയിൽക്കടവ് എന്നിവിടങ്ങളിലാണ് ശക്തമായ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. ഒറ്റമശ്ശേരിയിൽ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. മുതുകേൽ, കുട്ടച്ചൻ, ദാസൻ, പടിഞ്ഞാറെ വീട്ടിൽ എന്നിവരുടെ വീടുകൾ കടലെടുക്കുന്ന നിലയിലാണ്. കടലേറ്റത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പുന്നപ്ര, തെക്ക്, വടക്ക് പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ കടൽഭിത്തി തകർന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒഴിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഈ അധികൃതർക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പ്രസാദ് സാർ വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിവിടെ കണ്ടിട്ട് വരാമെന്ന് അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇന്ന് വരെ പ്രസാദ് സാറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ കണ്ടിട്ട് കടൽ പ്രക്ഷുബ്ധമായതിനാൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ ബീച്ചുകളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ആറാട്ടുപുഴ, തറയിൽക്കടവ് ഭാഗങ്ങളിൽ കടൽഭിത്തിക്ക് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കടൽഭിത്തിക്ക് മുകളിലൂടെ തീരദേശ റോഡിലേക്കും തിരകളെത്തുന്നു. തൃക്കുന്നപ്പുഴ, ചേലക്കാട് കടൽക്ഷോഭത്തിൽ തീരത്തുണ്ടായിരുന്ന വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. കാട്ടാശ്ശേരിയിൽ നൌഷാദ്, സഹോദരൻ സിയാദ് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഒരു ശുചിമുറിയും സിറ്റൗട്ടും ഭാഗികമായി തകർന്നു. വീടിന്റെ ഭിത്തിയോട് ചേർന്നുള്ള പ്രദേശത്തെ മണ്ണ് വരെ കടലെടുത്തു. കടൽ ഭിത്തി ഇല്ലാത്തതാണ് പ്രതിസന്ധി. അതിനാൽ തന്നെ ചാക്കുകളിൽ മണ്ണ് നിറച്ച് സംരക്ഷണ ഭിത്തി ഒരുക്കേണ്ട ഗതികേടിലാണ്. കടൽക്ഷോഭം ഇനിയും രൂക്ഷമായി തുടർന്നാൽ വീടുകൾ കടലെടുക്കുമെന്ന അവസ്ഥയിലാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശനഷ്ടം. 197 വീടുകൾ ഭാഗികമായും 4 വീടുകൾ പൂർണ്ണമായും തകർന്നു. വിവിധ താലൂക്കുകളിലായി 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇതുവരെ 2.52 കോടി രൂപയുടെ കൃഷിനാശമാണ് കണക്കാക്കിയത്. പത്തനംതിട്ട ജില്ലയിലെ മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. തിരുവല്ല, റാന്നി, അടൂർ, കോഴഞ്ചേരി, കോന്നി, മല്ലപ്പള്ളി താലൂക്കുകളിലായി 197 വീടുകൾ ഭാഗികമായും, കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിൽ 2 വീതം വീടുകൾ പൂർണ്ണമായും തകർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളെല്ലാം നിറഞ്ഞൊഴുക്കുകയാണ്. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഇവിടങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. തിരുവല്ല താലൂക്കിൽ 6ഉം മല്ലപ്പള്ളി, കോന്നി താലൂക്കുകളിൽ 1 വീതം ക്യാമ്പുകളുമാണ് പ്രവർത്തിക്കുന്നത്. 40 കുടുംബങ്ങളിലായി 67 പുരുഷന്മാരും 56 സ്ത്രീകളും 17 കുട്ടികളും ഉൾപ്പെടെ 140 പേരാണ് ക്യാമ്പിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 2.52 കോടി രൂപയുടെ കൃഷിനാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90.75 ഹെക്ടർ സ്ഥലത്ത് വിവിധ കാർഷിക വിളകൾ നശിച്ചു. 1676 കർഷകർക്കാണ് നാശനഷ്ടമുണ്ടായത്. അടൂർ ബ്ലോക്കിലാണ് കൂടുതൽ നാശം. നെല്ല്, വാഴ, റബ്ബർ എന്നിവയാണ് കൂടുതൽ നശിച്ചത്.
ശക്തമായ കാറ്റിലും മഴയിലും KSEBിക്കും കനത്ത നഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് 124 ഹൈടെൻഷൻ പോസ്റ്റും 677 ലോ ടെൻഷൻ പോസ്റ്റും തകർന്നു. 992 ട്രാൻസ്ഫോമറുകളും തകരാറിലായി. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിഴിഞ്ഞം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 13 മത്സ്യത്തൊഴിലാളികൾ തിരിച്ചെത്തിയില്ല. ഇന്നലെയാണ് 3 വള്ളങ്ങളിലായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയത്. ഇവർ ഇന്ന് രാവിലെ മടങ്ങിയെത്തേണ്ടതായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. ഇടതിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിനെ പ്രഖ്യാപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമായാണ് കാണുന്നതെന്നും രാഷ്ട്രീയം പറഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്ന് സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ഉച്ചയോടെ തന്നെ പ്രഖ്യാപനമുണ്ടായി. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ CPM തന്നെ മത്സരിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മുൻ MLA M സ്വരാജിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. മുന്നണിയെ ഒറ്റുകൊടുത്ത് UDFനൊപ്പം പോയ യൂദാസാണ് PV അൻവറെന്നും അൻവറിന്റെ ദയനീയ ചിത്രമാണ് ഇപ്പോൾ കാണുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സാഹചര്യം നിലമ്പൂരിലുണ്ടെന്നും LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്നും സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDFന് CPIMനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും. നിലമ്പൂരിൽ ധൈര്യമുണ്ടെങ്കിൽ LDF സ്ഥാനാർത്ഥിയായി നാട്ടുകാരൻ കൂടിയായ M സ്വരാജിനെ കൊണ്ടുവരണമെന്ന കോൺഗ്രസ് നേതാവ് VT ബൽറാമിനും സ്വരാജ് മറുപടി നൽകി. അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പോൾ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേസമയം CPM നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടിയെങ്കിലും അഭിമാന പോരാട്ടം എന്ന നിലയിലാണ് പാർട്ടി ചിഹ്നത്തിൽ നാട്ടുകാരൻ കൂടിയായ സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് എത്തിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി M സ്വരാജ് അങ്കത്തട്ടിലിറങ്ങുന്നതോടെ തീപാറുന്ന പോരാട്ടത്തിനാണ് നിലമ്പൂർ കളമൊരുങ്ങുന്നത്. ആര്യാടൻ ഷൗക്കത്തിനൊത്ത എതിരാളിയായി അണികളിൽ ആവേശം കൊള്ളിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സ്വരാജിനെ കളത്തിലിറക്കി കോൺഗ്രസിന്റെയും അൻവറിന്റെയും വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് CPM. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായി പാർട്ടി നിയോഗിച്ച നേതാവായിരുന്നു M സ്വരാജ്. മണ്ഡലത്തിന്റെ സ്പന്ദനങ്ങളും അടിയൊഴുക്കും ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ തന്നെ പ്രചാരണം ഏകോപിപ്പിച്ച് മേൽക്കൈ നേടാനായിരുന്നു തീരുമാനം. എന്നാൽ UDFനുള്ളിൽ PV അൻവർ ഉയർത്തിയ വിവാദ ചുഴിയിൽ കലങ്ങിമറിഞ്ഞ നിലമ്പൂർ രാഷ്ട്രീയം CPMന് നൽകിയ മുറിവും ചെറുതായിരുന്നില്ല. ആദ്യവസാനം വരെ സ്വതന്ത്രരെ തപ്പിയിറങ്ങിയ CPMന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നടക്കം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇറക്കാൻ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരുന്നു. VT ബൽറാം സ്വരാജിനെ പേരെടുത്തു പറഞ്ഞാണ് വെല്ലുവിളിച്ചത്. ഇതിനിടെ ഉയർന്നു വന്ന പല സ്വതന്ത്രരിലും പാർട്ടിക്ക് സമവായത്തിലെത്താനും കഴിഞ്ഞില്ല. സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉടക്കിയപ്പോൾ നീക്കങ്ങൾ പലതും പാളി. പ്രമുഖനായ കോൺഗ്രസ് നേതാവിനെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമവും അവസാന നിമിഷം ഫലം കണ്ടില്ല. ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നിർണായക തീരുമാനമെടുത്തു. വെല്ലുവിളി ഏറ്റെടുക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായ സാക്ഷാൽ M സ്വരാജ് തന്നെ അങ്കത്തട്ടിലിറങ്ങുക. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ല എന്ന ആക്ഷേപം വർഷങ്ങളായി കേൾക്കുന്ന മണ്ഡലത്തിൽ ഒരു പോരാളിയായി ഇറങ്ങാൻ
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററും തൃപ്പൂണിത്തുറ മുൻ MLA-യുമായ എം സ്വരാജിനെ പാർട്ടി നിയോഗിച്ചു. മുൻകാലങ്ങളിലെ അൻവറിന്റെ സ്വാധീനം കൊണ്ട് ഇടതിന് വളക്കൂറുള്ള മണ്ണായി നിലമ്പൂർ മാറിക്കഴിഞ്ഞു എന്നതും സ്വരാജിനെ പോലെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാവുമ്പോൾ സാഹചര്യം അനുകൂലമാകുമെന്നാണ് CPM വിലയിരുത്തുന്നത്. പൊതുവേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തന്റെ പ്രസംഗങ്ങൾ കൊണ്ട് വലിയൊരു അനുയായി വൃന്ദത്തെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ള എം സ്വരാജ് CPM-ന്റെ രണ്ടാം തലമുറയിൽ ഏറെ പ്രതീക്ഷയുള്ള മുഖം കൂടിയാണ്. കരുത്തനായ നേതാവിനെ കളത്തിലിറക്കി അൻവറിനെയും കോൺഗ്രസിനെയും ഒരേ സമയം നിലംപരിശാക്കാൻ കഴിയുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അൻവർ UDF തർക്കം തുടരുന്നു. അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് UDF ഘടകകക്ഷിയാക്കണമെന്ന തീരുമാനം നാളെയെന്നും അൻവറും പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിനായി ഒരു പകൽ കാത്തിരുന്നിട്ടും അൻവർ UDF തർക്കം തീർന്നില്ല. വൈകിട്ട് നടന്ന ഓൺലൈൻ യോഗത്തിലാണ് തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് അംഗമാക്കാൻ UDF തീരുമാനിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ അംഗീകരിക്കണം. ആര്യാടൻ ഷൗക്കത്തിനെതിരായ PV അൻവറിന്റെ പരാമർശത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. അൻവറുമായി സംസാരിക്കാൻ കൺവീനർ അടൂർ പ്രകാശിനെ UDF ചുമതലപ്പെടുത്തി. എന്നാൽ അസോസിയേറ്റ് അംഗത്വം പോരാ, സ്ഥിരാംഗത്വം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. നാളെ അൻവർ തീരുമാനം വ്യക്തമാക്കും. അതേസമയം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി LDF രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ വോട്ടുകൾ ഭിന്നിച്ചു പോകരുതെന്ന അഭിപ്രായം UDF-ലെ പല നേതാക്കന്മാർക്കും ഉണ്ട്. എന്നാൽ അൻവർ ഇടഞ്ഞു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യം അൻവർ പറയട്ടെ. അൻവറിന്റെ വിഷയത്തിൽ UDF-ൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും LDF പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയത് നിവർത്തികേടുകൊണ്ടെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി. അത് ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു. ഇനി എപ്പോഴും അത് തന്നെ ചോദിക്കല്ലേ. അല്ലല്ല, ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സന്ദർശിച്ച് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തിരുവനന്തപുരത്തെ വസതിയിലെത്തിയായിരുന്നു AK ആന്റണിയെ കണ്ടത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി AK ആന്റണിയുടെ അനുഗ്രഹം തേടാനെത്തിയതായിരുന്നു അദ്ദേഹം. നിലമ്പൂർ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുമെന്ന് AK ആന്റണിയും പ്രതികരിച്ചു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സ്ഥാനാർത്ഥി പുതുപ്പള്ളി പള്ളിയിലെത്തി കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയത്. ചാണ്ടി ഉമ്മൻ MLA, ഫ്രാൻസിസ് ജോർജ് MP, KC ജോസഫ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തന്നോടൊപ്പമുണ്ടെന്ന് ഷൗക്കത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപേ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്നും ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 1-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മന്ത്രിമാരും LDF ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. അൻവർ എന്ന ഘടകം LDF-നെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും ഇപ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളതെന്നും TP രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയെന്ന നേട്ടം നിലനിർത്തി ഇന്ത്യ. 7.4% GDP വളർച്ചാ നിരക്കാണ് 4-ാം പാദത്തിൽ രാജ്യം കൈവരിച്ചത്. 2024-2025 സാമ്പത്തിക വർഷത്തെ ആകെ GDP വളർച്ചാ നിരക്ക് 6.5% സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു. പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ. ഇന്ത്യ 6.5% GDP വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കോവിഡ് പ്രതിസന്ധി ഉണ്ടാക്കിയ 2020-21 വളർച്ചാ നിരക്കിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കാണ് കഴിഞ്ഞ വർഷത്തേത്. 2023-24 വളർച്ച 9.2%. 2022-23 7.6%, 2021-22 9.7% സമ്പദ് വ്യവസ്ഥ വളർന്നിരുന്നു. ആദ്യപാദങ്ങളിൽ ഉപഭോക്തൃ ചെലവുകൾ കുറഞ്ഞതും മധ്യവർഗ കുടുംബങ്ങൾ നേരിട്ട സാമ്പത്തിക ഞെരുക്കവുമാണ് കഴിഞ്ഞ വർഷത്തെ GDP വളർച്ചയെ താഴത്തേക്ക് നയിച്ചത്. എന്നാൽ തുടർന്നുള്ള പാദങ്ങളിൽ സ്ഥിതി മെച്ചപ്പെട്ടു.
ഡിസംബറിലെ പാദത്തിൽ ഗ്രാമീണ ഉപഭോഗം ഉയർന്നതും പ്രതീക്ഷിച്ച മഴ ലഭിച്ചതും നേട്ടമായി. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കഴിഞ്ഞ പാദത്തിൽ പലിശ നിരക്കും നികുതി ഭാരവും കുറഞ്ഞതാണ് നേട്ടമായത്. ഇത് സാമ്പത്തിക രംഗം ശക്തിപ്പെടുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം മുൻ വർഷത്തെ സമാന പാദത്തിൽ വളർച്ച 8.4%. കാർഷിക മേഖല മാത്രമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വളർച്ചയിൽ മികവ് കാട്ടിയത്. അതേസമയം GDP-യിൽ ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം കഴിഞ്ഞ പാദത്തിലും ഇന്ത്യ തന്നെ നിലനിർത്തി. പുതിയ കണക്കുകൾ പ്രകാരം സാമ്പത്തിക വർഷത്തിൽ കൺസ്ട്രക്ഷൻ മേഖല 9.4%, റിയൽറ്റി ആൻഡ് പ്രൊഫഷണൽ സർവീസ് രംഗം 7.2% വളർച്ച കൈവരിച്ചു. നാലാം പാദത്തിൽ കൺസ്ട്രക്ഷൻ രംഗം 10.8% എന്ന ഗംഭീര വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഭീകരതയ്ക്കെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ആവനാഴിയിലെ ഒരു അമ്പ് മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ശത്രുക്കളെ ഞെട്ടിച്ചു, പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി തെളിയിച്ചു. ബ്രഹ്മോസ് മിസൈലുകൾ ശത്രുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന റാലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ബീഹാറിലും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ ഭീകരതയോടും സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. पाकिस्तानी सेना को गिड़गिड़ाकर युद्ध रोकने की मांग करने पर मजबूर होना पड़ा। स्वतंत्रता संग्राम की इस धरती से सेना के शौर्य को बार बार सैल्यूट करता हूं। ഡോക്ടർ സിസ തോമസ് കേസിൽ സർക്കാരിന് വൻ തിരിച്ചടി. പെൻഷൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും 2 ആഴ്ചക്കകം പൂർണ്ണമായും നൽകണമെന്ന് ഹൈക്കോടതി വിധിച്ചു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിന് മുഴുവൻ വിരമിക്കൽ ആനുകൂല്യങ്ങളും ഉടൻ തന്നെ നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. അച്ചടക്ക നടപടി ചൂണ്ടിക്കാട്ടി വിരമിക്കൽ ആനുകൂല്യം നിഷേധിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള അധികാര തർക്കത്തിൽ ബലിയാടാക്കപ്പെട്ട വ്യക്തിയാണ് സിസ തോമസ്. സർക്കാരിന്റെ പട്ടിക മറികടന്ന് ഗവർണർ സിസ തോമസിനെ VC-ആയി നിയമിച്ചതു മുതൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. നിയമനം നിയമപരമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചുവെങ്കിലും കാലാവധി പൂർത്തിയായതുകൊണ്ട് സിസ തോമസിന്റെ പദവി റദ്ദാക്കിയിരുന്നില്ല. വിരമിക്കൽ ആനുകൂല്യം നൽകാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിട്ടും സർക്കാർ അനുസരിച്ചില്ല. ഇതേ തുടർന്നാണ് സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ഇനി ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. പരിമിതികളിൽ വഴിമുട്ടി കോഴിക്കോട് ചെറുപ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. രാത്രികാല ചികിത്സ നിലച്ചതും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മതിയായ ജീവനക്കാരുടെ കുറവുമാണ് പ്രതിസന്ധിയാകുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ വാഗ്ദാനം നിറവേറ്റാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ആശുപത്രി സംരക്ഷണ സമിതിയുടെ തീരുമാനം. സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകളുടെ ഏക ആശ്രയമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള ചെറുപ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഓപ്പറേഷൻ തിയേറ്ററുകൾ, പ്രസവ ചികിത്സാ വിഭാഗം, കിടത്തി ചികിത്സ എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഓരോന്നിനും പൂട്ട് വീണു. ഇതോടെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലുമായി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള അവശ്യ ജീവനക്കാരില്ലാത്തതും ഇതിനൊരു കാരണമാണ്. രാത്രികാല ചികിത്സ നിലച്ചതാണ് ഇപ്പോൾ രോഗികൾക്ക് തിരിച്ചടിയാകുന്നത്. നിലവിൽ 5 മണിവരെ മാത്രമാണ് OP ടിക്കറ്റ് നൽകുന്നതെന്നും അതിനുശേഷം എത്തുന്നവർക്ക് ചികിത്സ ലഭിക്കുന്നില്ലെന്നും രോഗി പറയുന്നു. രാത്രി കുറഞ്ഞത് ഒരു 10 മണി 12 മണി വരെയെങ്കിലും ഒരു ചികിത്സ ഇവിടെ കിട്ടുന്ന സൗകര്യമാണ് അത്യാദ്യമായി വേണ്ടത്. സാധാരണക്കാരായ ആൾ എന്ത് ചെയ്യും? ഞാനൊരു പേഷ്യൻ്റാണ്. കാരണം എനിക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരണം. ഇവിടെ എത്ര താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നുണ്ടെങ്കിൽ സർക്കാർ അലംഭാവമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആശുപത്രി പ്രവർത്തന സമയം 10 മണിവരെ നീട്ടാൻ ആശുപത്രി വികസന സമിതി തീരുമാനം എടുത്തിരുന്നുവെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് ഈ സ്ഥാപനത്തോട് എന്തോ ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത്. ഇവിടെയുള്ള ഒരു ഡോക്ടറുടെ വേക്കൻസി അടക്കം എടുത്ത് പോയി. ആ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടാണ് 24 മണിക്കൂറുള്ള സേവനം നമുക്ക് ലഭിക്കാത്തത് എന്നാണ് ഇപ്പോൾ ആശുപത്രിയുടെ അധികൃതർ പറയുന്നത്.
ഈ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത് എങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ആശുപത്രിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരം ഇവിടെയുള്ള പൊതുജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് വീണ്ടും ആരംഭിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഡോക്ടർമാർ ഉൾപ്പെടെ അവശ്യ ജീവനക്കാരുടെ ഒഴിവുകൾ വന്ന തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. അതേസമയം രാത്രികാല ചികിത്സ നിരോധിച്ചതും രോഗികളെ വലയ്ക്കുന്നുണ്ട്. ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. രാത്രികാല ചികിത്സാ സൗകര്യം ഒരുക്കണമെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതെന്നും ആശുപത്രി സംരക്ഷണ സമിതി അംഗം പറയുന്നു. പ്രതികരണത്തിലേക്ക്. നേരത്തെ OPയിൽ 200-250 ആളുകൾ വന്നിരുന്ന സ്ഥലത്ത് ഇന്നിപ്പം ആളുകൾ വരാതെയായി. കാരണം വേണ്ടത്ര ചികിത്സ ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉടനടി ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിക്കൊണ്ട് DMOയോടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനോടൊക്കെ നിരവധി തവണ ആവശ്യപ്പെട്ടാണ്. പക്ഷേ എല്ലാവരും ഈ ആശുപത്രിയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുക. കാരണം നമുക്കറിയാം, ഈ സമീപ പ്രദേശത്തൊക്കെ സ്വകാര്യ ആശുപത്രികൾ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ടിയുള്ള ഒരു ഒത്താശയാണോ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് ന്യായമായി നമ്മുടെ ഈ പ്രദേശത്തെ സാധാരണക്കാർ സംശയിച്ചുകൊണ്ടിരിക്കുക. കാരണം സാധാരണക്കാർ ഏക ആശ്രയമാണ് ഈ ആശുപത്രി. കാരണം ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു PHC ഇല്ലാത്തൊരു പഞ്ചായത്താണ്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സമീപ പഞ്ചായത്തിലുണ്ടെങ്കിൽ അത് മാവൂർ ഗ്രാമപഞ്ചായത്താണ്. ആ ഒരു പഞ്ചായത്തിലാണ് ഈ ആശുപത്രിയുടെ ഈ ശോച്യാവസ്ഥ നിലനിൽക്കുന്നത്. വിവരങ്ങൾ കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ നൽകും. ലക്ഷ്മി, ആശുപത്രിയുടെ പ്രവർത്തന സമയം 10 മണിവരെ നീട്ടാൻ ആശുപത്രി വികസന സമിതി തീരുമാനമെടുത്തിരുന്നുവെങ്കിലും തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ഈ രാത്രികാല ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണല്ലോ രോഗികൾ. അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നതാണ് ഉയരുന്ന ചോദ്യം. ലക്ഷ്മി, സാധാരണക്കാരായ ജനങ്ങളേറെ ആശ്രയിക്കുന്ന ചെറുപ്പ ആശുപത്രിയിൽ നേരത്തെ പ്രസവ ശുശ്രൂഷയും അതുപോലെ തന്നെ കിടത്തി ചികിത്സയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കിടത്തി ചികിത്സയില്ല, അതുപോലെ തന്നെ രാത്രികാല ചികിത്സയും ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് രോഗികൾ പലതവണ ഉന്നയിച്ച ഒരു പ്രശ്നമാണ്. അതായത് 5 മണി വരെയാണ് OP ഉള്ളത്. അതിനുശേഷം വരുന്ന കേസുകളൊന്നും എടുക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇത് ഇവിടേക്ക് എത്തുന്ന രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഡോക്ടർമാർ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരില്ലാത്തതും ഒരു പ്രതിസന്ധി തന്നെയാണ്. അതേസമയം കുറേ അധികം, അതായത് ലക്ഷങ്ങൾ മുടക്കി ഡയാലിസിസ് സെൻറ്റർ അടക്കം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം പുതിയ കെട്ടിടം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ചികിത്സയ്ക്കെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയ കെട്ടിടം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഇൻവേർട്ടർ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇത്തരത്തിൽ ചികിത്സയ്ക്ക് നൽകുന്ന ഒരു ആവശ്യമുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇൻവേർട്ടർ ഇല്ലാത്തത് വലിയ വീഴ്ച തന്നെയാണ്. അതേസമയം ഈ ഒരു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ ആശുപത്രി സംരക്ഷണ സമിതിയുടെ തീരുമാനം. അതേസമയം ആരോഗ്യമന്ത്രി നേരത്തെ ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഡോക്ടർമാരുടെ അതായത് ഒഴിവുകളടക്കം പരിശോധിക്കുമെന്നും അതിൽ വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പ് മന്ത്രി 2 വർഷങ്ങൾക്ക് മുൻപ് ഉറപ്പ് നൽകിയതാണ്. എങ്കിൽ പോലും ഇതുവരെയും അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും എടുത്തു പറയാനുള്ളതാണ്. കഴിഞ്ഞ തവണ, അതായത് കുറേ ദിവസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ ഈ പ്രതിഷേധത്തിനെ തുടർന്നാണ് പിന്നീട് ആശുപത്രി തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം വന്നത്. ഏതായാലും ഇനിയും കിടത്തി ചികിത്സ പോലെയുള്ള, അതായത് രാത്രികാല ചികിത്സയും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം. ശരി, വാർത്തയുടെ വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ നൽകിയത്. കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽ ഷിപ്പിംഗ് കമ്പനിയുമായി ചർച്ച നടത്താൻ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ച സർക്കാർ പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയെയാണ് നിയോഗിച്ചത്.
പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് പ്രിൻസിപ്പൽ ഇമ്പാക്ട് അസൈൻമെന്റ് ഓഫീസർ. ഇദ്ദേഹമാണ് കപ്പൽ കമ്പനിയുമായി ചർച്ച നടത്തുന്ന നോഡൽ ഓഫീസറും. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ചർച്ച ചെയ്യും. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കും. മലിനീകരണ നിയന്ത്രണത്തിനായി സംസ്ഥാന ജില്ലാതല സമിതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ 7 അംഗങ്ങളും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ 8 അംഗങ്ങളുമാണുള്ളത്. കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ സുപ്രധാനമായ 3 ഉത്തരവുകൾ. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായത് ഗുരുതരമായ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക ആഘാതമാണെന്ന് വിലയിരുത്തിയാണ് പ്രഖ്യാപനം. കപ്പൽ അപകടത്തിന് കാരണമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിനും തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം കാളികാവിൽ കടുവയെ പിടികൂടാനായി സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സിറ്റി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കഴിഞ്ഞ 15-ന് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നിരുന്നു. ഇതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച 3ാമത്തെ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പുലി കുടുങ്ങിയത്. പുലിയെ കൊണ്ടുപോകാനെത്തിയ വനം വകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു. പുലിയെ എവിടേക്കാണ് കൊണ്ടുപോയി വിടുന്നത് എന്ന് രേഖാമൂലം എഴുതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ വനം വകുപ്പ് ഇതിന് തയ്യാറായില്ല. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. തുടർന്ന് ജനപ്രതിനിധികളെ കൂടി വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയ ശേഷമാണ് പുലിയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ മാനിനെ വേട്ടയാടിയ 4 പേരെ വനം വകുപ്പ് പിടികൂടി. നൂൽപ്പുഴ മുക്കുത്തിക്കുന്ന് പുളിക്കച്ചാലിൽ PS സുനിൽ, തടത്തിൽ ചാലിൽ TS സന്തോഷ്, PK രാധാകൃഷ്ണൻ, വളംവയൽ BM ശിവരാമൻ എന്നിവരാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. സുനിലിന്റെ വീട്ടിൽ വെച്ച് മാനിറച്ചി കറി വെക്കുന്ന സമയത്താണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 4 പേരും പിടിയിലാകുന്നത്. ബക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ഇറച്ചിയും ആയുധങ്ങളും കണ്ടെടുത്തു. IPL എലിമിനേറ്ററിൽ മുംബൈക്കെതിരെ ഗുജറാത്തിന് 229 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത മുംബൈ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 228 റൺസിലെത്തിയത്. 50 പന്തിൽ നിന്നും 81 റൺസ് എടുത്ത രോഹിത്താണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ. ഇതോടെ IPLൽ 300 സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം രോഹിത്തിന് സ്വന്തമായി. IPLൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന 2ാമത്തെ താരമെന്ന നേട്ടവും സ്വന്തമാക്കി. വിരാട് കോഹ്ലിക്ക് ശേഷം IPLൽ 7000 റൺസ് തികയ്ക്കുന്ന 2ാമത്തെ താരവുമായി രോഹിത്. മറുപടി ബാറ്റിംഗ് ചെയ്യുന്ന ഗുജറാത്ത് ഇപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ന് ജയിക്കുന്ന ടീം 2ാം ക്വാളിഫയറിലേക്ക് എത്തും. 2ാം ക്വാളിഫയറിൽ പഞ്ചാബാണ് എതിരാളികൾ. കമൽഹാസന്റെ പുതിയ ചിത്രം തഗ് ലൈഫ് കർണാടകയിൽ റിലീസ് ചെയ്യുന്നത് നിരോധിച്ച് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. കന്നഡ ഭാഷയെക്കുറിച്ചുള്ള കമൽഹാസന്റെ പ്രസ്താവനയെ തുടർന്നാണ് നിരോധനം. 24 മണിക്കൂറിനുള്ളിൽ വിഷയത്തിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ റിലീസ് തടയുമെന്ന് ഫിലിം ചേംബർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മാപ്പ് പറയാനാകില്ലെന്നും കമൽഹാസൻ നിലപാട് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് കന്നഡ അനുകൂല സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് റിലീസ് തടഞ്ഞത്. മുൻ മാനേജറെ മർദ്ദിച്ച കേസിൽ ഗൂഢാലോചന ആരോപിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. DGPക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമാണ് പരാതി നൽകിയത്. മാനേജറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഉണ്ണി മുകുന്ദന്റെ നീക്കം. അതേസമയം ഗൂഢാലോചന എന്ന ഉണ്ണിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പരാതിക്കാരൻ വിപിൻ കുമാർ പ്രതികരിച്ചു. മാനേജരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് നടൻ ഉണ്ണി മുകുന്ദൻ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി DGPക്കും ADGPക്കും പരാതി നൽകിയിരിക്കുന്നത്. നടൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പരാതി നൽകിയ വിവരം അറിയിച്ചത്. നീതി തേടി DGPക്കും ADGPക്കും പരാതി നൽകിയതായും സത്യം പുറത്തുവരുമെന്നും ഉണ്ണി മുകുന്ദൻ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഈ യാത്രയുടെ അവസാനം സത്യം വിജയിക്കുമെന്നും നടൻ കുറിച്ചു. തനിക്ക് വധഭീഷണിയുണ്ടെന്നും ജീവനും കരിയറിനും ഭീഷണിയുണ്ടെന്നും ഉണ്ണി മുകുന്ദന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2 ദിവസം മുൻപാണ് ഉണ്ണി മുകുന്ദനെതിരെ മാനേജർ വിപിൻ പരാതി നൽകിയത്. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ചോദ്യം ചെയ്തു മർദ്ദിച്ചു എന്നതായിരുന്നു വിപിന്റെ ആരോപണം. കേസിൽ ഇൻഫോ പാർക്ക് പോലീസ് വിപിൻ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിപിൻ പ്രതികരിച്ചു.
മർദ്ദിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് നിലവിൽ ഉണ്ണിമുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ താൻ മർദ്ദിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ നടക്കുന്ന സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണ് വിപിന്റെ പരാതിയെന്നുമായിരുന്നു ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് നടൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ പൂരം നടത്തിപ്പിന് മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും മന്ത്രി കെ രാജനെയും പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കോർപ്പറേഷൻ ശുചീകരണ വിഭാഗം തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. കഴിഞ്ഞ പൂരത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച പോരായ്മകൾ വിലയിരുത്തി മുന്നോട്ട് നീങ്ങിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ അനുമോദിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി VN വാസവനും ഓരോ കാര്യങ്ങളിലും ഇടപെട്ട മനസ്സിലാക്കി പ്രവർത്തിച്ചു. മന്ത്രി കെ രാജൻ ഒരു മിനിറ്റ് പോലും പൂരം ആസ്വദിച്ചിട്ടില്ല. അദ്ദേഹം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു. ആന വിരണ്ടോടിയ സാഹചര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിച്ചു. അതുകൊണ്ടുതന്നെ വലിയൊരു അപകട സാധ്യത കുറച്ചതായും സുരേഷ് ഗോപി സൂചിപ്പിച്ചു. മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വേദിയിൽ പറഞ്ഞു. രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല. പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല. ഒരു പണിയെടുപ്പുകാരനെ പോലെ, ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പ് മുഴുവൻ അതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയെ ഞാനന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച എല്ലാവർക്കും കേന്ദ്രമന്ത്രി നന്ദി അർപ്പിച്ചു. വർഗീയ വിദ്വേഷങ്ങളൊന്നുമില്ലാതെ ഇത്തവണത്തെ പൂരം ഗംഭീരമായതിന്റെ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. തുടർന്ന് ഏവർക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ MK വർഗീസ്, കമ്മീഷണർ R ഇളങ്കോ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ.